റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്ന മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ഹബ്ബത്തിൻ മിൻ കിബ്ർ. ഒരളുമണി തൂക്കം, ഒരു ചെറിയ അളവിൽ അഹങ്കാരം ഹൃദയത്തിലുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സഹാബത്ത് ചോദിച്ചു, നബിയെ, നല്ല വസ്ത്രം ധരിക്കാൻ ആഗ്രഹിക്കുന്നതും നല്ല ചെരുപ്പ് ധരിക്കുന്നതും കിബറാകുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ കിബ്റു ബത്റുൽ ഹഖ് വഗംതുൻ നാസ്. അഹങ്കാരം അത് സത്യത്തെ തള്ളിക്കളയലും ആളുകളെ നിസാരരായി കാണലുമാണ്. ജനങ്ങളെ നീ നിസാരരായി കാണുക എന്നാൽ നിനക്ക് മുകളിലുള്ളവരെ നീ അങ്ങനെ കാണുകയില്ല. പൊതുവെ എന്നെക്കാൾ പണമുള്ള ഒരാൾ, എന്നെക്കാൾ സ്ഥാനമാനങ്ങളുള്ള ഒരാൾ, അയാൾ ബഹുമാനത്തോടെ ആയിരിക്കും ചിലപ്പോൾ പലപ്പോഴും നീ നോക്കുക. പക്ഷേ നിനക്ക് നിസാരനായി തോന്നുക നിന്നെക്കാൾ ഈ കാര്യങ്ങളിൽ വല്ലതിലും താഴെ നിൽക്കുന്നവരോടാണ്. അങ്ങനെ തോന്നരുത്. വളരെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മറിച്ച് അള്ളാഹുവിൻ്റെ മുന്നിൽ വിനയാന്വിതരാവുക. ഞാനൊന്നുമല്ല എന്ന് അവനവനെ കുറിച്ച് ചിന്തിക്കുക. അതാണ് വിനയം എന്നത്. കിബർ എന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. ആളമത്തും കിബ്രിയാവും അള്ളാഹുവിൻ്റെ വിശേഷണമാണ്. ആളമത്ത് മഹത്വവും വലിപ്പവും, മഹത്വവും പെരുമയും അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളാണ്. അള്ളാഹു പറഞ്ഞതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും അതിലേതെങ്കിലും ഒന്നിൽ എന്നോട് മത്സരിക്കാൻ വന്നാൽ ഞാൻ അവനെ നരകത്തിൽ പ്രവേശിപ്പിക്കും. അള്ളാഹു പറഞ്ഞതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അളമത്തും കിബ്രിയാവും, മഹത്വവും പെരുമയും അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ അതിന് യാതൊരു അർഹതയുമില്ല. സലഫുകളിൽ ചിലർ പറഞ്ഞു, രണ്ട് തവണ നജസ് പോകുന്ന വഴിയിലൂടെ പുറത്തേക്ക് വന്നവനാണ് നീ. നിനക്ക് എന്താണ് അഹങ്കരിക്കാൻ അവകാശമുള്ളത്? നീ പിതാവിൻ്റെ ലൈംഗികാവയവത്തിലൂടെയും മാതാവിൻ്റെ ലൈംഗികാവയവത്തിലൂടെയും പുറത്തു വന്നവനാണ്. നജസ് പോകുന്ന വഴിയിലൂടെ 2 തവണ പുറത്തു വന്നവനാണ് നീ. നിനക്ക് അഹങ്കരിക്കാൻ എന്ത് അവകാശമാണുള്ളത്? നീ ഈ കൊണ്ടു നടക്കുന്ന ശരീരം അത് നജസിൻ്റെ ഒരു കൊട്ടയാണ്. നീ മരിച്ചാൽ ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും ചീഞ്ഞളിഞ്ഞു പോകും. അതാണ് മനുഷ്യൻ. അതുകൊണ്ട് അവൻ അഹങ്കരിക്കാൻ യാതൊരു വകുപ്പുമില്ല. അള്ളാഹു പറഞ്ഞു, ഇന്നക ലൻ തഖ്രിഖൽ അർദ് വലൻ തബ്ലുഗൽ ജിബാല തൂല. നിനക്ക് ഭൂമിയെ ചവിട്ടി അത് പിളർത്താനാവില്ല, നിനക്ക് ആകാശങ്ങളോളം ഉയരാനുമാവുകയില്ല. നീ അതുകൊണ്ട് അഹങ്കരിക്കരുത്. അള്ളാഹു വെറുക്കുന്ന കാര്യമാണ് അഹങ്കാരം എന്ന്.